നമുക്ക് ഇന്നലെ പഠിച്ചതിൻ്റെ ആ ചാപ്റ്ററിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കാം. രണ്ട് രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പഠിക്കാനുണ്ട്. ഫസ്റ്റ് മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡ് മെത്തേഡ് എലിമിനേഷൻ മെത്തേഡ് വേറെ നമുക്ക് പറയാം. എലിമിനേറ്റിംഗ് ദ കോഎഫിഷ്യൻസ്, ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ്, സെക്കൻഡ് മെത്തേഡ്. അത് ഫസ്റ്റ് മെത്തേഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ രണ്ട് ഇക്വേഷൻ നമ്മൾ മുന്നിൽ തന്നാൽ എക്സും വൈയും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ക്വസ്റ്റ്യൻ, സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻ ബൈ യൂസിങ് ദ മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യണം. ഫസ്റ്റ് ഇക്വേഷൻ 3x - 5y = -1 ആൻഡ് x - y = -1. രണ്ട് -1 എന്നാണ് കിട്ടിയിരിക്കുന്നത് തന്നിരിക്കുന്നത് അവർ. അപ്പോൾ ദ ഗിവൺ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് 3x - 5y = -1 ഇക്വേഷൻ നമ്പർ 1, x - y = -1 ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സിൻ്റെ വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണെന്ന് പറഞ്ഞുകൊണ്ട് എക്സിൻ്റെയോ വൈയുടെയോ വില നമ്മൾ ഒരു ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിച്ച് ആ വില മറ്റേ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എക്സോ വൈയോ കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, വൈ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന്. അപ്പോൾ ഫ്രം 2 വി ഗെറ്റ് എക്സ് = -1 + y. -y ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ +y ആകുന്നു. അപ്പം നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടി, എക്സ് = -1 + y. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ നമ്പർ 1. ഒന്നാമത്തെ ഇക്വേഷനകത്ത് നമുക്ക് ഈ കിട്ടിയ എക്സിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ -1 + y കൊടുക്കുക. 3 × -1 + y ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് -5y = -1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം 3 × -1 -3 + 3 × y 3y -5y = -1. 3y - 5y 5y - 3y ആണെങ്കിൽ 2y. ഇവിടെ 3yയിൽ നിന്നും 5y ചെറുതിൽ നിന്നും വലുത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -2y കിട്ടുന്നു. -2y = ഈ -1 ഇവിടെ കിടക്കുന്നതാണ്. -3 ഇപ്പുറത്ത് വരുമ്പോൾ +3 ആകുന്നു. -3 + 3 = 2. ദറ്റ് ഈസ് y = 2 / -2 -1 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു, വൈയുടെ വാല്യൂ. അപ്പോൾ വൈക്ക് നമുക്കൊരു വില കിട്ടി. ഇവിടെ നമ്മൾ എക്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയ വൈയുടെ വില നമുക്ക് ഈ ഉള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് ഏത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഒരേ വില തന്നെയായിരിക്കും കിട്ടുന്നത്. നമ്മൾ ഇക്വേഷൻ നമ്മൾ ഒരെണ്ണം എടുത്ത് x = -1 + y നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു x = -1 + വൈയുടെ സ്ഥാനത്ത് നമ്മൾ -1 കൊടുത്തു. അപ്പോൾ -1 + -1 രണ്ട് നെഗറ്റീവ് സംഖ്യ ആഡ് ചെയ്ത് -2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -2 എന്ന് കിട്ടി, വൈയുടെ വാല്യൂ -1 എന്നും കിട്ടി. സെയിം രണ്ട് ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എക്സിൻ്റെ വാല്യൂ 3 കിട്ടും, വൈയുടെ വാല്യൂ -2 കിട്ടും. ഇവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂ എടുക്കുമ്പം x = -1 -2y വരും, അത് നമ്മളിവിടെ കൊടുക്കുക. അല്ലെങ്കിൽ y കണ്ടുപിടിച്ചിട്ട് വൈയുടെ സ്ഥാനത്ത് കൊടുക്കുക. y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് കണ്ടുപിടിക്കുകയോ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് y കണ്ടുപിടിക്കുകയോ ചെയ്യാം. രണ്ട് ചെയ്താലും ആൻസർ ഒന്ന് തന്നെ ആയിട്ട് രണ്ട് രീതിയിലും ചെയ്ത് നോക്കിക്കോണം. അത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ഈ രീതിയിൽ തന്നെ ചെയ്യണം. ഓക്കെ.